നിമാസ് ടേസ്റ്റ് ബഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കരിനെല്ലിക്ക തയ്യാറാക്കുന്നതാണ് കാണിക്കുന്നത്. ഇതിനായി 2 കിലോ നെല്ലിക്ക കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ നെല്ലിക്കയാണ് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ വലിയ നെല്ലിക്കയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 100 ഗ്രാം കാന്താരി മുളക് ആവശ്യമായിട്ടുണ്ട്. ഒരു 10-15 തിരി പച്ചക്കുരുമുളക് വേണം. പച്ചക്കുരുമുളകാണ് ഇതിൻ്റെ ടേസ്റ്റ്. പിന്നെ നമുക്ക് ഉണക്ക കുരുമുളകിലും തയ്യാറാക്കാം. അതിപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ. ഇതിലേക്ക് ഒരു 2 കൈപ്പിടി കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലൊരു മൺകലം ഇത് തയ്യാറാക്കാൻ വേണ്ടി വേണം. നമ്മൾ കറി വയ്ക്കുന്ന മൺകലമൊന്നും ഇതിന് എടുക്കാൻ പറ്റില്ല. ഇത് ഞാൻ ഇതിനായിട്ട് മാത്രം വച്ചിരിക്കുന്ന ഒരു കലമാണ്. കഴിഞ്ഞ വർഷം ഞാൻ തയ്യാറാക്കിയതാണിത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു കറുപ്പ് പിടിക്കുക. അപ്പോൾ നമുക്കിത് പിന്നീട് വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ഒരു 2-3 വാഴയിലൊന്ന് വാട്ടിയെടുക്കണം. ഇനി നമുക്കിത് തയ്യാറാക്കാം. ആദ്യം തന്നെ നമുക്ക് കറിവേപ്പില നിരത്തിയിട്ട് കൊടുക്കാം. കറിവേപ്പില എത്ര കൂടുതൽ ഇടുന്നോ അത്രയും നല്ലതാണ്. നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നെല്ലിക്ക നിരത്തി കൊടുക്കാം. വലിയ നെല്ലിക്ക ആകുമ്പോൾ ഇത് തയ്യാറാക്കി 30 ദിവസം കഴിഞ്ഞ് നമ്മൾ തുറന്ന് എടുക്കുമ്പോൾ ചിലതൊക്കെ നമുക്ക് ഒന്ന് ഇങ്ങനെ അലന്നു പോകും. നാടൻ നെല്ലിക്കയിലാണെങ്കിൽ ഒട്ടും അലന്നു പോകില്ല. നന്നായിട്ട് ഒന്നൊന്നുമ്പോൾ തൊടാതെ തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മീതെ പച്ചക്കുരുമുളകും കല്ലുപ്പും വിതറി കൊടുക്കാം. ഇതുപോലെ തന്നെ ഓരോ ലെയറാക്കിയതിന് ശേഷം 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. തിളപ്പിച്ച വെള്ളമാണ്, തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിതുപോലെ തന്നെ എല്ലാം ലെയറാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം. കല്ലുപ്പ് ഒരു 2 കൈപ്പിടി കല്ലുപ്പാണ് ഞാൻ ഇട്ടേക്കുന്നത്. കാരണം നെല്ലിക്കയ്ക്ക് നല്ല പുളിയുള്ളത് കൊണ്ട് അതിന് പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല, നോക്കിയിട്ട് ചേർക്കാം നമുക്ക്. ഇതേപോലെ തന്നെ എല്ലാ ലെയറും സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് പണ്ടുള്ളവരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വിഭവമാണ്. ഇപ്പോൾ ഒന്നും ആരും അങ്ങനെ തയ്യാറാക്കി അധികം കണ്ടിട്ടില്ല. മുപ്പത് ദിവസം ആണ് ഇതിൻ്റെ ഒരു സമയം. അതിൽ നമ്മൾ 25 ദിവസം വരെ നമ്മൾ ഇത് ഒന്ന് ചൂടാക്കി കൊടുക്കും. നമ്മൾ വിറകടുപ്പുള്ളവരാണെങ്കിൽ വിറക് കത്തിച്ചതിന് ശേഷം നമുക്ക് തീയൊക്കെ കെടുത്തിയതിന് ശേഷം ചൂടിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. അധികം ചൂടാകാൻ പാടില്ല, കലം ഒന്ന് ചൂടാകാനുള്ള പാടുള്ളൂ. ആദ്യത്തെ ദിവസം നമുക്കൊന്ന് ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് സിമ്മിലിട്ട് കൊടുക്കാം. കാരണം അപ്പോൾ വെള്ളം ഒന്ന് കുറച്ച് വെള്ളം ഉണ്ടല്ലോ അതിനകത്ത്. പിന്നെ വരുമ്പോൾ വെള്ളം വറ്റി വരും. അപ്പോൾ നമ്മൾ കലം ഒന്ന് ചൂടാക്കാനേ പാടുള്ളൂ. അപ്പോൾ എല്ലാ ലെയറും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയില കൊണ്ട് മൂടിക്കെട്ടാം. ആദ്യം ഞാൻ ഒരു വാഴയില വെച്ചു. ഇനി ഇതുപോലെ തന്നെ ഒരു 3 വാഴയില വെച്ചിട്ടാണ് കെട്ടുന്നത്. വെള്ളം ഒഴിച്ചിട്ടില്ല. ഒരു ഗ്ലാസ് വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളമാണ് 1 ഗ്ലാസ്, കൂടുതലായി പോകരുത്. ഇനി നമുക്കിത് കമത്തി മൂടി കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് ഒട്ടും ആവി പുറത്തേക്ക് പോരാത്ത രീതിയിൽ ഇതേപോലെ തന്നെ 2 വാഴയില വെച്ചതിന് ശേഷം ഒരു വലിയ വാഴയിലയും കൂടെ വെച്ച് നമുക്കൊന്നുമില്ല നൂല് കൊണ്ട് കെട്ടിക്കൊടുക്കാം. അതല്ലെങ്കിൽ വാഴനാര് തന്നെ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാം. ഇതേപോലെ വാഴനാര് ഞാനൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഞാൻ ലെയർ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 3-4 വാഴയിലെങ്കിലും ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിലുള്ള ഇലയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് ഗ്യാസിൽ വെച്ച് നമുക്ക് ചൂടാക്കിയെടുക്കാം. ആദ്യത്തെ ദിവസം ഒരു 5 മിനിറ്റ് ചൂടാക്കാം. പിന്നെ ആകുമ്പോൾ നമുക്ക് കലം ഒന്ന് ചൂടാകാൻ വേണ്ടി മാത്രമേ പാടുള്ളൂ. ഞാനിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്ന് തിള വരുന്ന ഒച്ച നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു 25 ദിവസം നമുക്ക് ഇതേപോലെ തന്നെ ചൂടാക്കി കൊടുക്കണം. നമ്മൾ ചൂടാക്കുമ്പോൾ നമ്മൾ അടുപ്പിൽ വെക്കണതിന് മുമ്പ് ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിട്ട് കുലുക്കിയൊന്നും കൊടുക്കുന്നില്ല. നാളെ ഇത് ഞാൻ ഇതേപോലെ എടുത്തിട്ട് ഒന്ന് കുലുക്കി കൊടുക്കും. അതിന് ശേഷം മാത്രമേ ചൂടാക്കുകയുള്ളൂ. അങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ 25 ദിവസം ചൂടാക്കി കൊടുത്തതിന് ശേഷം 30 ദിവസം കഴിഞ്ഞാണ് ഇത് തുറക്കുകയുള്ളൂ. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ചെരുവം വെച്ചിട്ട് മൂടി വയ്ക്കാം. ഇതേപോലെ നമുക്ക് ഇത് തുറക്കുന്ന വീഡിയോ ഞാൻ ഇനി അടുത്തൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് കാണിക്കുകയുള്ളൂ. ഇതേപോലെ തന്നെ 30 ദിവസം, അതിൽ 25 ദിവസം നമുക്ക് ചൂടാക്കി കൊടുക്കണം. ഒരുപാട് നേരം അടുപ്പിൽ വെക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂടാക്കാനേ പാടുള്ളൂ. കാരണം ഒരുപാട് സമയം ചൂടാക്കി കഴിഞ്ഞാൽ അത് വെന്ത് അടിക്ക് പിടിക്കും. എപ്പോഴും സിമ്മിലിടാൻ ശ്രദ്ധിക്കണം. വിറകടുപ്പിൽ വെക്കുന്നവരാണെങ്കിൽ തീ ഒക്കെ കെട്ടതിന് ശേഷം ആ ചൂടിൽ മാത്രമേ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ഇതുപോലെ തന്നെ ഒരു ചെരുവം വെച്ച് മൂടിയിട്ടുണ്ട്. അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെരുവം വെച്ച് മൂടി കൊടുത്തിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം മാത്രം മൂടാവുള്ളൂ കേട്ടോ. ഇനി ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ തന്നെ രാവിലെ എടുത്തിട്ട് ഒന്ന് കുലുക്കി കൊടുത്തതിന് ശേഷം ചൂടാക്കി കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.